പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിനെ ചിന്തിക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നുള്ളതാണ്. അപ്പൊ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെങ്കിൽ ഈ ലോക മനുഷ്യരിടയിൽ നാം ദൈവത്തിന്റെ വചനം, ജീവന്റെ വചനം പ്രമാണിക്കണം. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്ന് ഇവിടെ പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കിപ്പോയാൽ ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 12 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുവിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ അനിലും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എന്നിട്ട് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. മുമ്പ് കുറെ ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവ ഇടയിൽ നിന്ന് മാറി നാം ജീവന്റെ വചനം പ്രമാണിക്കണമെന്നാണ്. ഇതിന്റെ ചരിത്രഭാഗങ്ങൾ വായിച്ചാൽ, നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നാണ് നിലവിലുള്ള നമ്മുടെ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റു പ്രധാന പരിഭാഷകളിലെല്ലാം നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുക എന്നാണുള്ളത്. ഹല്ലേലൂയ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുമ്പോൾ രക്ഷ പ്രവൃത്തിയിലാണെന്നും വരും. എന്നാൽ രക്ഷ ദൈവത്തിലാണ്. രക്ഷ പ്രവൃത്തിയിലല്ല, രക്ഷ ദൈവത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം, രക്ഷിക്കപ്പെട്ടവൻ അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്നാണ്. ഒരുവൻ ജീവന്റെ വചനം പ്രമാണിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തണമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തീയ ജീവിത പുരോഗമനത്തിനാണ് ഇവിടെ അതിന്റെ ലക്ഷ്യം. ക്രിസ്തീയ ജീവിത പുരോഗമനത്തിന് ആണ് അതിന്റെ ലക്ഷ്യം ഇവിടെ പറയുന്നത്. അത് അവൻ ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യേണ്ടതാണെന്ന് ഈ വേദപുസ്തക ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും വായിക്കും പഠിക്കും ചെയ്യുന്ന ഭാഗമാണ്. ഇവിടെ നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള യഥാർത്ഥ സന്ദേശം ദൂതെന്ന് പറയുന്നത്, ഈ വക്രതയും കോട്ടവുമുള്ള ഈ ജനത്തിന് നിലവിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന്. അപ്പൊ ലോകത്തിലുള്ള ഓരോ ദൈവമക്കൾക്കും വെളിച്ചം കാണിക്കുന്ന ജ്യോതിസായി കർത്താവ് വേദപുസ്തകം നമുക്ക് തന്നിരിക്കുക. ലോകത്തിലുള്ള ഓരോ മനുഷ്യർക്കും വെളിച്ചം കാണിക്കുന്ന ജ്യോതിസായി കർത്താവ് നമുക്ക് വേദപുസ്തകത്തെ എഴുതി തന്നിരിക്കുക. അത് വേദപുസ്തകം എന്ന് പറയുന്നത് തന്നെ വെളിച്ചമാണ്. ലോകത്തിൽ ഇരുണ്ടണഞ്ഞു കിടക്കുന്ന, കണ്ണുനീരിൽ കിടക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിന്റെ ജഡികമായ ജീവിതത്തിൽ വീണ മരണ നിഴലിൽ താഴ്വരയിലൂടെ കടന്നു പോകുന്ന സകല ജനത്തിനും വെളിച്ചം കാണിക്കുന്നതാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് സാധാരണയായി മാനുഷികമായ ജ്ഞാനം കൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല. ലോകത്തിൽ അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനവധി പ്രമാണങ്ങളുണ്ട്. അതെല്ലാം മാനുഷികമായ ജ്ഞാനം കൊണ്ട് എഴുതിയപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് ഒരിക്കലും മാനുഷികമായ ജ്ഞാനം കൊണ്ട് എഴുതിയതെല്ലാം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ തന്റെ ദാസന്മാരിൽ കൂടെ എഴുതിപ്പിച്ചതാണ്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത് എഴുതിയതെന്ന് ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരേ, കർത്താവിന്റെ വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. കർത്താവിന്റെ വചനം എന്താണ്? ആത്മാവും ജീവനുമാകുന്നു. അപ്പൊ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം, അത് സത്യവേദ പുസ്തകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനമാണ്.
ആ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ നമുക്ക് നൽകുന്ന ദൂത്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം എന്താണ്? ആത്മാവും ജീവനുമാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 63-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശു കർത്താവ് പറഞ്ഞതാ. അപ്പൊ കർത്താവ് നമ്മളോട് സംസാരിച്ച വചനം എന്നാണ് അല്ലെങ്കിൽ ആത്മാവും ജീവനുമായ വചനം. അല്ലെങ്കിൽ ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്നവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഈ ലോക ജഡികമായ ജീവിതത്തിൽ പിന്തിരിപ്പിച്ച് ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യൻ ക്രിസ്തുവിൽ പ്രകാശിതനായി ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ കഴിയും. ഹല്ലേലൂയ. മുമ്പ് എന്ന് പറഞ്ഞത് ഈ ലോകത്തിന്റെ പാപത്തിലും പാപചിന്തയിലും ഈ ലോകത്തിന്റെ പാപ ജീവിതത്തിലും നയിച്ചിരുന്ന അല്ലെങ്കിൽ പാപ സ്വഭാവത്തിലൂടെ യാത്ര ചെയ്തിരുന്ന വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കും വെളിച്ചം പകരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും കർത്താവായ യേശുക്രിസ്തു നമുക്ക് ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നൽകി തന്നതും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ അന്ധകാരത്തിൽ നിങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിന്നിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ നിങ്ങളുടെ സ്വന്തം ചിന്ത കൊണ്ടോ നിങ്ങളുടെ പ്രയത്നം കൊണ്ടോ നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ കൊണ്ടോ നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങൾ കൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആമീൻ രക്ഷയെ കരസ്ഥമാക്കാൻ കഴിയത്തില്ല. പിന്നെയോ രക്ഷ നിങ്ങൾക്ക് ആവശ്യമാകണമെങ്കിൽ ആമീൻ ആത്മാവും ജീവനുമാകുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കണം. ഹല്ലേലൂയ. അപ്പൊ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനത്തിൽ നിങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായ ഒരു മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ ആമീൻ രൂപം കൊള്ളുന്നത്. പ്രൈസലോ. യഥാർത്ഥമായ ഒരു ആത്മീയ മനുഷ്യൻ നിങ്ങൾ പുറത്തു വരണമെങ്കിൽ, യഥാർത്ഥമായ ഒരു ആത്മീയത നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ ആമീൻ യേശുക്രിസ്തു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വചനം ജീവനാണ്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, ആമീൻ ഹല്ലേലൂയ, ദൈവവചനം ഹല്ലേലൂയ ആമീൻ അനുസരിക്കണം, അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് പത്രോസിന്റെ ലേഖനമൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഫ്രേസലോ. സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്തവനും ആവേശത്തോടെ എന്തും ചെയ്യുവാൻ തയ്യാറുള്ളവനുമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ പത്രോസിനെ കുറിച്ച് ഒരുപാട് പ്രസംഗിക്കാറുണ്ട്. പത്രോസിന് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലെന്നും അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരനാണെന്നൊക്കെ പറയാറുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസിന് ആവശ്യമുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതും അവൻ എന്തും ചെയ്യുവാൻ ഹല്ലേലൂയ അവൻ തയ്യാറുള്ളവനുമായിരുന്നു. എങ്കിലും അവൻ യേശുവിനോട് കൂടെ നടന്ന് ദൈവവചനം പഠിച്ചു. യേശുവിനോട് കൂടെ നടന്ന് പത്രോസ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം പഠിച്ചു. കഴിഞ്ഞ 3.5 വർഷം പത്രോസ് അതിയായ ശിഷ്യന്മാർ ദൈവത്തോട് കൂടെ നടന്നു. അവർ സാധാരണക്കാരായ മനുഷ്യനാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും ദൈവത്തോട് ചേർന്ന് ദൈവവചനം അവർ പഠിച്ചു. ഒരു മനുഷ്യനെ ശ്രേഷ്ഠമായി നടത്തുന്നത് ദൈവവചനമാണെന്ന് പത്രോസ് തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളെ ശ്രേഷ്ഠമായി നടത്തുന്നത്, നേരായ പാതയിലൂടെ നടത്തുന്നത്, സത്യസന്ധമായ പാതയിലൂടെ നടത്തുന്നത്, നിങ്ങൾക്ക് ആവശ്യമായ ആലോചന നൽകുന്നത്, നിങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ പകരുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുള് മാറ്റിത്തരാൻ കഴിയത്തില്ല. ഒരു മനുഷ്യർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാൻ കഴിയത്തില്ല. ഒരു മനുഷ്യർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മരക്ഷ തരാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറ്റുവാനും ഇരുള് മാറ്റുവാനും നിങ്ങൾക്ക് ആത്മരക്ഷ നൽകുവാനും ആമേൻ ഏക മാർഗം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമായിരിക്കുന്ന വചന ഹൃദയത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രക്തജയം. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് എന്ത് ചെയ്തു? യേശുവിനോട് കൂടെ നടന്ന് ദൈവവചനം പഠിച്ചു. ഹല്ലേലൂയ. പത്രോസിനെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാക്കി മാറ്റി.
പത്രോസിനെ ശ്രേഷ്ഠനായി ഒരു മനുഷ്യനാക്കി മാറ്റി ശ്രേഷ്ഠനായി ആ ഒരു മനുഷ്യനായി പത്രോസ് നടക്കുവാൻ കഴിഞ്ഞു. കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുത്തു എന്ന് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് പ്രവാചക വാക്യവും അല്ലേലിയ ആമീൻ അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ടെന്ന് പറയുന്നത് അല്ലേലിയ. അതിനെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അല്ലേലിയ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേലിയ. ആമേ സ്തോത്രം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മളെ വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അല്ലേലിയ. നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ തന്നെ 2 പത്രോസിന്റെ ലേഖനം 1-19 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേലിയ സ്തോത്രം അല്ലേലിയ. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വായിച്ചാൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം യേശു ക്രിസ്തു യാക്കോബിൽ നിന്നുള്ള നക്ഷത്രവും ആമീൻ അലിയ നീതി സൂര്യനുമാണെന്ന് വേദപുസ്തകത്തിൽ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ആമീൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രകാശമുള്ള ഗ്രഹമാണ് ആമീൻ ശുക്രൻ അതിലെ അഥവാ ഉദയ നക്ഷത്രം. ക്രിസ്തുവാകുന്ന വിളക്കിന്റെയും തന്റെ പ്രവചനത്തിന്റെയും ചിത്രം കൂടിയാണ് ആമീൻ അല്ലെ ആണ് ഈ കാണുന്നത്. ക്രിസ്തുവില്ലാത്ത ലോകം അന്ധകാരത്തിലാണ് അല്ലേലിയ. ക്രിസ്തു യഹൂദന്റെയും ജാതികളുടെയും പ്രകാശമായി മാറി. അപ്പൊ ക്രിസ്തുവില്ലാത്ത ലോകം എന്താണ്? അന്ധകാരമാണ് അല്ലേലിയ. ക്രിസ്തു യഹൂദന്റെ വെളിച്ചമായി മാറി. പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ നോക്കുമ്പോൾ ക്രിസ്തു പാപികളുടെ വെളിച്ചമായി മാറി. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകല ജനങ്ങളും പാപത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ ശാപത്തിൽ വീണ് കിടക്കുന്നവരാണ്. സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ ശാപത്തിങ്കിലൂടെ കടന്നുപോയിരുന്ന ജനത്തിന് ആത്മരക്ഷ പ്രാപിപ്പാൻ ഒരു മാർഗവുമില്ലാതിരുന്നപ്പോൾ മനുഷ്യന്റെ പ്രവർത്തികളെല്ലാം തകർന്നപ്പോൾ പരാജയപ്പെട്ടപ്പോൾ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആമീൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ പരശുശ്രൂഷയിലൂടെ തന്റെ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ അടക്കത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അല്ലെങ്കിൽ തന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആത്മരക്ഷ അത് പ്രാപിക്കണമെങ്കിൽ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ വന്ന് അല്ലേലൂയ സ്തോത്രം ആമി സ്തോത്രം അല്ലിയ നിങ്ങൾ ആമി നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങൾ വചനത്തെ സൂക്ഷിക്കണം. അല്ലേലൂയ രക്തജയം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇരുളൊക്കെ ഒന്ന് മാറിപ്പോകണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. രക്തജയം. നമുക്കറിയാം, അന്ന് നല്ലൊരു ശതമാനം ജനത്തോട് ചോദിച്ചാലും അവരുടെ ജീവിതം മുഴുവൻ കണ്ണുനീരിന്റെ നടുവില. അനവധി ആളുകളുമായി ഓരോ ദിവസം സംസാരിക്കുമ്പോൾ അവരുമായിട്ട് അവരുടെ വിഷയങ്ങൾ പങ്കിടുമ്പോൾ അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഓരോ സങ്കടങ്ങളാണ് പറയാനുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് പലവിധമായ വേദനയിലൂടെ സങ്കടത്തിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരാണ്. മനുഷ്യനാണോ ജീവിതത്തിൽ പ്രശ്നമുണ്ട് അല്ലേരിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. രക്തജയം. പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ജീവിക്കണമെങ്കിൽ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. അല്ലേരിയ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അഥവാ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മരണകരമായ അനുഭവത്തിലൂടെ കടന്നുപോയാലും ജീവിതം തകർന്നു പോയെന്ന് തോന്നിയാലും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചുവെന്ന് ലോകം പറഞ്ഞാലും അതിന്റെ നടുവിലും ലേലിയ ആമീൻ ദൈവം നമ്മെ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ഉയർത്തിക്കൊണ്ടുവരും, പ്രകാശിപ്പിക്കും. എന്തുകൊണ്ട്? ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അല്ലേലുയ. അറിയാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായി ജീവിച്ച് സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ട എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളിൽ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുടുകൾ മാറി, ശാപങ്ങൾ മാറി, അന്ധകാരങ്ങൾ മാറി. അവർ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ തടവറയിലേക്കൊക്കെ ദൈവത്തിന്റെ വചനമൊക്കെ കടന്നു ചെന്നപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ തടവറയിലെ ആമി സ്വാതന്ത്ര്യമില്ലാതെ തടവുള്ളികളായി കിടക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമായി ദൈവം തന്റെ അഭിഷത്തുകളെ അയച്ചപ്പോൾ അവരിൽ കൂടെ ആമേ സ്തോത്രം ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ
തടവറയ്ക്കകത്ത് ഇരുളിൽ കിടക്കുന്ന ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അഥവാ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം പ്രവർത്തിച്ചു. രക്തം ചെയ്യും. ഹല്ലേലൂയ. വചനം പ്രവർത്തിച്ചപ്പോൾ എന്ത് ചെയ്തു? പാപബോധം വന്നു. സ്തോത്രം. തെറ്റിനെ തെറ്റായി കാണുവാൻ കഴിഞ്ഞു. കുറ്റബോധം ഉള്ളിൽ ഉണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ പാപം തന്റെ ഉള്ളിൽ വെളിപ്പെട്ടപ്പോൾ അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ഹൃദയവും കൊണ്ട് സ്വീകരിച്ച് രക്ഷകനായി. അവരുടെ ഉള്ളിലെ പാപത്തിന്റെ കറകൾ നീങ്ങിപ്പോയി, ഇരുള് മാറിപ്പോയി. ഹല്ലേലൂയ. ദൈവം അവരുടെ ഉള്ളിൽ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം പകർന്നു കഴിഞ്ഞപ്പോൾ രക്തം ചെയ്യും. ഇന്നലകളിലെ ജീവിതം മറന്ന് അവർ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള അനുഭവത്തിലൂടെയൊക്കെയാണ് ഞങ്ങളൊക്കെ കടന്നു വന്നെന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വെറും പാപത്തിലും ശാപത്തിലും ഈ ലോകത്തിന്റെ ജീവിതങ്ങളിലും നയിക്കപ്പെട്ടവരാ. ക്രിസ്തു ആരെന്നോ ക്രിസ്തുവിന്റെ വചനമെന്തെന്നോ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമെന്തെന്നോ തിരിച്ചറിയാൻ കഴിയാതെ പാപസുഖങ്ങൾ അകപ്പെട്ട് ഈ ലോകത്തിന്റെ മധ്യത്തിലും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾക്കും വിധേയപ്പെട്ട് കൂരിരുളിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ കൈപിടിച്ചുയർത്തുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോഴാണ് രക്തം ചെയ്യും ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം കേൾക്കുന്നതും ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുവാനും കാരണമായത്. അന്നേരമാണ് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടിയിൽ നിന്ന് വിടിവിക്കപ്പെട്ടതും ഹല്ലേലൂയ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ കഴിഞ്ഞതും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എത്ര വലിയ പാപിയായ മനുഷ്യനായിരുന്നാലും, നിങ്ങൾ എത്ര വലിയ അന്ധകാരത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, നിങ്ങൾക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാനായി ദൈവം അവസരം തരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, എന്റെ വേദന കാണാൻ ആരുമില്ല, എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാ, എന്റെ ജീവിതം ശാപം കൊണ്ട് നിറയപ്പെട്ടതാണ്, ഇതെല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞ് സ്വയം നിങ്ങൾ തകർന്നു പോകാതെ, ഹല്ലേലൂയ, സ്വയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒടുക്കിക്കളയാതെ, സ്വയം നിങ്ങൾ പരാജിതനായി മാറാതെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവവചനം നിന്റെ ഉള്ളിൽ വന്നാൽ നീ ആരുമില്ലാത്തവനല്ല, നിന്റെ ഉള്ളിൽ യേശു വസിക്കുവാൻ തുടങ്ങും. ആമേൻ. നിന്റെ തകർച്ചയിൽ നിന്നെ വിടുവിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. രക്തം ചെയ്യും. ആരെങ്കിലും കഷ്ടതയിൽ ഇരിക്കുകയാണെങ്കിൽ, സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ, ഇത് പകൽ നിങ്ങളെ ഒന്ന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്ത്, കർത്താവ് ആ രക്ഷ എനിക്കൊന്ന് തരണമേ, ആത്മരക്ഷ എനിക്ക് തരണമേ, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം എന്റെ ഹൃദയത്തിലൊന്ന് ഉറപ്പിക്കണമേ, എനിക്ക് അങ്ങയുടെ സന്നിധി ലോകത്തെ ജ്യോതിസുകളെ പോലെ എഴുന്നേറ്റ് പ്രകാശിക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിന് മാറ്റം വന്ന് ഇനിയുള്ള കാലം അങ്ങേക്ക് വേണ്ടി പ്രകാശിക്കണമെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചാൽ രക്തം ചെയ്യും. അത് നിങ്ങളിൽ കർത്താവ് തരും. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഹൃദയ ദുർക്കത്തോടുകൂടിയാണോ നിങ്ങൾ പോകുന്നത്? മനസ്സ് തകർന്ന അനുഭവമാണോ? ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ എല്ലാ വഴികളും അടഞ്ഞ് ജീവിതം കൂരിലിന്റെ അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരേ ഒരു സന്ദേശം, നിങ്ങളോടായി പറയുന്നത് ഒരേ ഒരു സന്ദേശം, ഇനി സമയം അധികമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, വചനത്തിൽ വിശ്വസിച്ച്, യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ സകല ഇരുളുകളും മാറ്റി ആമേൻ കർത്താവ് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. യേശു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നത്. യേശു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. നിങ്ങളൊരു മദ്യപാനിയാണോ? നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങളൊരു മയക്കുമരുന്നിന് അടിമയാണോ? നിങ്ങൾക്ക് അതിന് മോചനമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിനക്ക് മോചനം തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ ഏത് പാപിക്കും രക്ഷ നൽകുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഏത് പാപിക്കും അല്ലെങ്കിൽ ദൈവവചനം ആമിലി ആത്മരക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. രക്തം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം. ദൈവവചനത്തെ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതം തകർത്ത് കളയരുത്.
ജീവിതം തകർത്ത് കളയരുത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് ആമീൻ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു പ്രായത്തിൽ, അല്ലേലൂയ, കൊച്ചു കൊച്ചു പ്രായത്തിൽ ആ മനുഷ്യന് വളർന്നു വരുമ്പോൾ അല്ലേലൂയ പാപ സ്വഭാവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഒരു കൊച്ചുകുട്ടി ഈ ഭൂമി ജനിച്ച് ആ കൊച്ചുകുട്ടി വളരും തോറും, അത് പിച്ച വെച്ച് നടക്കും തോറും അല്ലേലൂയ ആ കുട്ടി പിന്നെ ഓടിച്ചാടി വളർച്ച പ്രാപിച്ച് അവൻ വരും തോറും അല്ലേലൂയ ആ കുട്ടികളുടെ ഉള്ളിൽ പാപ സ്വഭാവങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. എങ്ങനെ വളരുന്നത്? വീട്ടിൽ നിന്ന് പഠിക്കുന്നതും കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്നതും മറ്റുള്ള കണ്ടുപിടിക്കുന്നതുമായ അനവധി സ്വഭാവങ്ങൾ ഒരാളിന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. അങ്ങനെ ഏകദേശം ആ കുട്ടി ഒരു നല്ല പ്രായമായി കഴിയുമ്പോൾ നല്ല പാപ സ്വഭാവങ്ങൾ ആ കുട്ടിയിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങും. നമ്മൾ പറയാറില്ല, കൊച്ചിന് ഭയങ്കര കുറുമ്പാണ്, അവൻ ഭയങ്കര ഊച്ചാട്ടയാണ്, അവൻ ഭയങ്കര വഴക്കാണ് എന്നൊക്കെ പറഞ്ഞ് പല കുഞ്ഞുങ്ങളെയും നമ്മൾ തരം താഴ്ത്താറുണ്ട്. അല്ലേ? കുഞ്ഞുങ്ങളെ മാത്രമല്ല, മുതിർന്നവരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്താണ്? അവർ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ കമ്പനി അല്ലേരിയ, അവർ പഠിച്ചത് കേട്ടതെല്ലാം അവരെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നാം ജനിച്ചു വരുന്ന ചെറിയ പ്രായം തന്നെ അല്ലേരിയ നമ്മുടെ ജീവിതത്തിനകത്ത് പാപം വളരുന്നു. അങ്ങനെയുള്ള പാപങ്ങൾ ഒരു മനുഷ്യനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും, അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകും, രക്തം ചെയ്യും. ആ സാഹചര്യത്തിലാണ് ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ വ്യക്തിയുടെ ഉള്ളിലെ പാപ സ്വഭാവങ്ങളെ അവർ പുറത്തു കളഞ്ഞ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെ വേദപുസ്തകം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം 119 സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ നമ്മുടെ കാലിന് ദീപമാണ്. ഹല്ലേലൂയ. നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ്. പാപത്തിന്റെ വഴിയിലൂടെ, ശാപത്തിന്റെ വഴിയിലൂടെ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഇരുളിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്റെ കാലിന് ദീപമായി, നിന്റെ പാതയ്ക്ക് പ്രകാശമായി വചനം നിന്നെ നടത്തുമ്പോൾ ഈ ലോകത്തിന്റെ സകല അഴുക്കായ അനുഭവത്തിൽ നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവവചനം അത്ര ശ്രേഷ്ഠതയുള്ളതാ. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവവചനമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തകർന്ന ജീവിതമാണോ, തകർന്ന കുടുംബമാണോ, കണ്ണുനീരാണോ, ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ എന്നും കണ്ണുനീരിലൂടെയാണ് കടന്നു പോകുന്നത്? അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ വാക്ക് കേൾക്കാതെ, ഒരു സമാധാന വാക്ക് കേൾക്കാതെ എന്നും കുറ്റപ്പെടുത്തലുകളാണോ, എന്നും പഴിചാരലാണോ നിന്റെ ജീവിതത്തിൽ? അതിന്റെ അതിൽ ഇനി ഭാരപ്പെട്ടു പോകണ്ട. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിന്റെ ഉള്ളിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും, ലോകം നിന്നെ മാറ്റി നിർത്തിയാലും, പരിഹസിച്ചാലും, ആമീൻ, യേശു നിന്നെ ചേർത്ത് വിളിക്കാൻ ആഗ്രഹിക്കുക. കേൾക്കുന്ന മാതാപില്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിന് തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെല്ലാം ദൈവം മുഖപക്ഷം കൂടാതെ സ്നേഹിക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് മുഖപക്ഷമില്ല. അവരെല്ലാവരെയും സ്നേഹിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ മുഖപക്ഷം കൂടാതെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നു, എപ്പോൾ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുന്നു, ആ സമയം നിങ്ങളുടെ ഹൃദയത്തിലെ ഇരുളുകൾ മാറി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൽ നിങ്ങൾ പ്രകാശമുള്ളവരായി നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ തുടങ്ങും. ഇതിന്റെ സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം തരും. അല്ലെങ്കിൽ നിന്റെ ദാരിദ്ര്യങ്ങൾ മാറും, നിന്റെ കടക്കെണികൾ മാറും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ ബന്ധനങ്ങൾ അഴിയും. നീ കടന്നു പോകുന്ന എല്ലാ ശാപത്തും ദൈവം നിന്നെ വിടിവിക്കും. ലോകം പറയുന്ന ഒരിക്കലും ഉയരത്തില്ലെന്ന്, ലോകം പറയുന്ന നിനക്ക് ഒരിക്കലും നന്മയുണ്ടാകത്തില്ല, ലോകക്കാർ പറയുന്ന നിനക്ക് ഒരിക്കലും ഗതിപ്പെട്ടിരിക്കത്തില്ല. അവർ നിന്നെ പ്രാഗി ശപിച്ചിട്ടിരിക്കുകയായിരിക്കാം. പക്ഷേ നീ ഭാരപ്പെട്ടു പോകണ്ട. ദൈവത്തിൽ വിശ്വസിക്ക്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതേ സ്നേഹിത, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. രക്തം ചെയ്യും. അപ്പൊ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം ദൈവത്തിന്റെ വചനം, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമായി. ഹല്ലേലൂയ. മാത്രമല്ല, വേദപുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, വേദപുസ്തകം വായിക്കുവാനായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം.
നാം വചനം വായിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. നിങ്ങൾക്ക് നമ്മാതാവേ പിതാവേ, ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, എന്തെല്ലാം പത്രങ്ങൾ വായിക്കുന്നുണ്ട്, എന്തെല്ലാം മാസികൾ വായിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്ന വ്യക്തിയാണ്. അതിനിടയിൽ നിങ്ങൾ സമയം കണ്ടെത്തി വിശുദ്ധ വേദപുസ്തകം വായിച്ചു തുടങ്ങിയാൽ, സത്യവചനം നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ, ആത്മാവും ജീവനും വായിക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും രോഗത്തെയും നീക്കി ദൈവം നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങും. രക്തം ചെയ്യും. അതുകൊണ്ട് പ്രിയ സ്നേഹിത, വചനത്തിലും ധരിപ്പിച്ചു കൊടുക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതിന് വീണ്ടും ആവർത്തിച്ച് പറയുക. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചില്ലെന്ന് വന്നേക്കാം, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിച്ചില്ലെന്ന് വന്നേക്കാം, നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിച്ചില്ലെന്ന് വന്നേക്കാം, നിങ്ങൾ കൂടി വരുന്ന സമൂഹത്തിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടിയെന്ന് വന്നേക്കില്ല. എവിടെയും നിങ്ങൾ ഒറ്റപ്പെടുത്തലായിരിക്കാം, എവിടെയും നിങ്ങൾ തഴയപ്പെട്ട വിധിയായിരിക്കാം. പക്ഷെ യേശുവിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ തഴയപ്പെട്ട സ്ഥാനത്ത് നിങ്ങളെ ഉയർത്തുവാൻ യേശുവിന് കഴിയും. അല്ലേ? എവിടെയെല്ലാം നീ തഴയപ്പെട്ടോ, എവിടെയെല്ലാം നീ ഒറ്റപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, അവരുടെ നടുവിൽ ദൈവത്തിനെ മാനിച്ചുയർത്തുവാൻ പോവുക. എന്താ ചെയ്യാം? അല്ലേ? ഒരു വചനത്തിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം വായിച്ച് നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ദൈവവചനം മനഃപ്പാഠമാക്കി മാറ്റണം. ഇബ്രാഹിം ലേഖനം 4:12 പറഞ്ഞു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെ സന്ധിമഞ്ചുകളിൽ വേർപിടിക്കും തുളച്ചേരുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളിൽ ഭാവങ്ങളിൽ വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറ. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ ജീവിതത്തെ പണിതെടുക്കും. ഹല്ലേലൂയ. പാപബോധം നമ്മുടെ ഉള്ളിൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ മാതാവേ, ഇന്ന് പകൽ കർത്താവിന് വേണ്ടി ധരിപ്പിച്ചു കൊടുക്കുക. ഈ ലോകത്തിൽ നിങ്ങൾ ഇത്ര കാലം ജീവിച്ചില്ലേ? ലോകത്തിൽ ഇതുവരെ നിങ്ങൾ ജീവിച്ചില്ലേ? ഈ ലോക സുഖങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ നന്നായി അറിഞ്ഞില്ലേ? ഇനിയെങ്കിലും എന്നെ കേൾക്കുന്ന സഹോദര, യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുത്താൽ, കർത്താവിന് വേണ്ടി നീ ഒന്ന് നിലനിന്ന് കൊടുത്താൽ നിന്റെ ജീവിതം അനുഗ്രഹപൂർണമായി മാറും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, നിന്റെ കുടുംബത്തെ സാത്താൻ കൈയടക്കി വെച്ചിരിക്കുക. നിന്റെ കുടുംബത്തെ പിശാച് കൈയടക്കി വെച്ചിരിക്കുക. നിന്റെ തലമുറയെ പിശാച് തകർത്തുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭർത്താവിനെ മദ്യത്തിന് അടിമയാക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ഭാര്യയെ മദ്യത്തിന് അടിമയാക്കിക്കൊണ്ടിരിക്കുക. നിന്റെ മക്കളെ മയക്കുമരുന്ന് അടിമയാക്കിക്കൊണ്ടിരിക്കുക പിശാച്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് കൊണ്ട് നിന്റെ ഭവനത്തിന് കണ്ണുനീര് കൊണ്ടുവരാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായി ദൂത്, നീ പാപത്തിന്റെ വഴികളെ വിട്ട് ദൈവസ്ഥലേക്ക് വന്ന് കർത്താവിന്റെ വചനം അനുസരിച്ചുകൊണ്ട്, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ്. രക്തം ചെയ്യും. അത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. രക്തം ചെയ്യും. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ സഹോദരൻ, നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ, ദൈവസഭയിൽ കടന്നു വന്ന് നിങ്ങൾ ദൈവവചനം കേട്ടു തുടങ്ങുമ്പോൾ രക്തം ചെയ്യും. ദൈവവചനം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇന്നലകളിലെ സകല ഇരുളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറാൻ തുടങ്ങും. നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തി നിങ്ങളെ വിട്ടു പോകാൻ തുടങ്ങും. വചനം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, യേശു നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, നിന്റെ ഭവനത്തെ കൈയടക്കിയിരുന്ന പിശാചിന്റെ തന്ത്രങ്ങളോടെ പൊളിയും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന, ഹല്ലേലൂയ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവൻ ഓടിപ്പോകും. രക്തം ചെയ്യും. അവൻ ഉയരുവാൻ കഴിയാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വായിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഹല്ലേലൂയ എന്ന് ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആദിയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഒരു ചോദ്യമാണ് നിൽക്കുന്നത്. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആദിയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്.
അല്ലേ? ഉൽപ്പത്തി പുസ്തകം 1-1 അതിന് ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 1-1 അല്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ ആദിയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചിലരൊക്കെ ചോദിക്കും. ആദിയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് യോഹന്നാൻ അല്ലെങ്കിൽ അപ്പോസ്തലൻ അത് വെളിപ്പെടുത്തുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ ആദിയിൽ എന്താ ഉണ്ടായിരുന്നേ? വചനം ഉണ്ടായിരുന്നു അല്ലേ? ആ വചനം ദൈവമായിരുന്നു അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആമേൻ, നിനക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ വചനം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതായി വചനം. നിങ്ങൾക്ക് പാപബോധം തരാൻ, നിങ്ങളെ നല്ലൊരു മനുഷ്യനായി പണിതെടുക്കുവാൻ, നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമായി നൽകുവാൻ, ദൈവരാജ്യത്തിന്റെ മക്കളാക്കി നിങ്ങളെ എടുക്കുവാൻ, അപ്പാപിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരുവാൻ, പാപത്തിൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ, അടിമനുഖത്തിൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങളെ എല്ലാം നീക്കി നിങ്ങളെ ശുദ്ധീകരിച്ച് ആ ദൈവിക ആമേൻ അല്ലെങ്കിൽ സന്തോഷം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതായി വചനം അല്ലേ? അങ്ങനെ നിങ്ങൾ വ്യക്തിപരമായിട്ട് വിശ്വസിക്കപ്പോഴാണ് ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമാകുന്നത്. വചനം ഓരോ വ്യക്തിക്ക് സ്വന്തമായിട്ട് അവരവരുടെ ജീവിതത്തിൽ വചനത്തെ അവകാശമായി സ്വീകരിക്കണം അല്ലേ? കേൾക്കപ്പെടുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി ചേർക്കണം അല്ലേ? സ്തോത്രം. ആ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങണം. ആ വചനം നിങ്ങൾ പ്രമാണിക്കണം. അതുകൊണ്ടാണ് വചനം നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. എന്താണ് ഇവിടെ പ്രമാണിക്കേണ്ടത്? ജീവന്റെ വചനം പ്രമാണിക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ പലതും പ്രമാണിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ പലതും നിങ്ങൾ പ്രമാണിച്ച പോലെ, എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലെലിയ അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? ഈ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ ലോക മനുഷ്യന്റെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. സ്തോത്രം. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. രക്തം ചെയ്യണം. അതാണ് ദൈവവചനം പറയുന്നത്. രക്തം ചെയ്യണം. അവിടെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം പണിതെടുക്കാൻ ആഗ്രഹിക്കുക അല്ലേ? നിന്റെ കുടുംബത്തിന്റെ സകല കണ്ണുനീരും മാറ്റുക ദൈവം ആഗ്രഹിക്കുക. നിന്റെ സകല ദുഃഖങ്ങളെ മാറ്റുക ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ? നിങ്ങളുടെ കുടുംബ ലോകത്തിന് മുമ്പിൽ ശ്രേഷ്ഠമായ കുടുംബമായി ദൈവം ഉയർത്താൻ പോകുക. നിന്റെ എല്ലാ ശാപങ്ങളും മാറ്റി, എല്ലാ രോഗങ്ങളും മാറ്റി, എല്ലാ ബന്ധനങ്ങളും മാറ്റി നിന്നിച്ചോടെ പറ്റി ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പം ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ എഴുതപ്പെട്ട വചനങ്ങളാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനങ്ങളാണ് അല്ലേ? ആ വചനത്തിന് ജീവനുണ്ട്. രക്തം ചെയ്യും അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം വാതില്. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ഒരു കാണുന്നത്, വചനം ഛേദമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ചു അല്ലേലിയ. അപ്പോൾ ആദിയിൽ എന്താണ് ഉണ്ടായിരുന്ന ഒരു ചോദ്യം വന്നു. അപ്പോഴാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു അല്ലേലിയ. യോഹന്നാൻ 1:14 പറയുക, യോഹന്നാന്റെ സുവിശേഷം 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടുവെന്ന് അല്ലേലിയ. എന്ന് പറഞ്ഞാൽ എന്തുവാ? മല്ലൊരു സ്തോത്രം. വചനം ജഡം ധരിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും 1 തീമോഥെയോസിന്റെ 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നത് ഒരു മർമ്മമായി പൗലോസ് പറയുന്നു. വചനം ജഡമെടുത്ത് നമുക്ക് ദൃശ്യമായെങ്കിലും വചനത്തിന് മുമ്പുള്ള സ്ഥിതി കൊണ്ടും ഇരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുവരെ കൈക്കൊണ്ടിട്ടില്ലാതിരുന്ന ഒരു രൂപം, അതായത് മനുഷ്യപ്രകൃതി നലിയ സ്വീകരിച്ചു എന്ന് മാത്രം. ഏകജാതനായവൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ദൈവത്തിന്റെ അലിയ ഗുണലക്ഷണങ്ങൾ കാണാൻ കഴിയും അല്ലയോ? മനുഷ്യ വ്യക്തിത്വത്തിന്റെ ആത്മാവ് ദേഹം ദേഹി അല്ലരിയ ആത്മാവ് ദേഹം അല്ലരിയ ദേഹി ഇവ എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ദൈവത്തിന്റെ വചനം അല്ലരിയ. ആ വചനമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞാൽ അല്ലരിയ സ്തോത്രം അല്ലരിയ സ്തോത്രം. കർത്താവിന്റെ വചനം അല്ലെങ്കിൽ യഥാർത്ഥമായി ആത്മാർത്ഥതയോടെ വായിക്കുന്നവൻ അല്ലേലിയ
ആ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതായി വചനം യഥാർത്ഥമായി വായിക്കുന്നവൻ, വചനം യഥാർത്ഥമായി മനസ്സിരുത്തി വായിക്കുന്നവൻ, വചനം താല്പര്യത്തോടെ വായിക്കുന്നവന്റെ ഉള്ളിൽ ആ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളതായിരിക്കും. അവ പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതായിരിക്കും. ഹല്ലേലൂയ. അത് മൂഢനെ ജ്ഞാനിയാക്കുന്നതാണ് ആ വചനം. അത് ദൈവവചനം നിങ്ങളെ ശ്രേഷ്ഠനായി മനുഷ്യനാക്കി മാറ്റും. രക്തം ചെയ്യും. ദൈവവചനം നിങ്ങളെ ശ്രേഷ്ഠനായി, നിങ്ങളൊരു ഉത്തമനാക്കി മാറ്റിയെടുക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തെ യേശുവിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, വചനത്തിലൂടെ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവിതം കൊടുക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ സകല കഷ്ടതയും മാറ്റുവാൻ യേശു ആഗ്രഹിക്കുക. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം പ്രമാണിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വായിച്ചാൽ കാണാൻ കഴിയും, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, 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 ആമേൻ. 1 പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായം ഹല്ലേലൂയ 23-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയും. 23-ാമത്തെ വാക്യം, ഹല്ലേലൂയ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, സ്തോത്രം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ 2 തരം ബീജത്തെ ഇവിടെ താരതമ്യം ചെയ്യുന്നു. കെടുന്ന ബീജം മാനുഷികമായ ജനനത്തെയും, കെടാത്ത ബീജം വചനത്താലുള്ള ജനനത്തെയും കാണിക്കുന്നു. ജീവനുള്ളതും നിലനിൽക്കുന്നതും എന്ന ഗുണവിശേഷം ദൈവത്തിൻ്റെതാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ ദൂത് ഒരുവൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. രക്തം ചെയ്യും. അത് എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നിൽക്കുന്ന ആ ഇരുളിന്റെ അനുഭവങ്ങൾ മാറി നിങ്ങൾ ക്രിസ്തുവിനോട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ആമി കർത്താവ് നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറി, ശാപങ്ങൾ മാറി, നിന്റെ ഭവനത്തിന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ മദ്യപാനം മാറി, നിങ്ങളുടെ മക്കൾ മയക്കുവിന്റെ അടിമയാണെന്ന് പിടിപ്പിക്കപ്പെട്ട് ആമിതലെ നിങ്ങൾ ക്രിമിനൽ പശ്ചാത്തലത്തിൽ അകപ്പെട്ട വ്യക്തിയാണോ? വിവിധമായ ശാപത്തിലും ബന്ധനത്തിലും അകപ്പെട്ട വ്യക്തിയാണോ? ഇത് പകരം അതിൽ നിന്നെല്ലാം നിന്നെ ദൈവം പിടിപ്പിക്കാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൽ ഏതാണ് നിങ്ങൾ തകർന്ന അവസ്ഥ? ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരേ ഒരു കാര്യമാണ് ദൈവം പറയുന്നത്. അവരുടെ ഇടയിൽ, ആരുടെ വക്രതയും കോട്ടവും നിറഞ്ഞ ജനത്തിന്റെ ഇടയിൽ നിങ്ങൾ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ജീവന്റെ പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതാണ് വായിച്ച വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യതാണ് വായിച്ചത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും എന്ന് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി അനവധി കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പൗലോസിലൂടെ ദൈവം സഭയ്ക്ക് നൽകിയ 8 ലേഖനങ്ങളാണ് ഏതൊരു പാപിയെ രൂപാന്തരപ്പെടുന്നതാണ്. ഏതൊരു പാപിക്കും ആത്മരക്ഷ നൽകുന്നതാണ് ദൈവവചനം. അത് ഇന്ന് പകരം ഈ വചനം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാനോട് ചോദിക്കട്ടെ, എന്നോടൊപ്പം ചേർന്നിങ്ങനെ പറയാമോ? കർത്താവ്, ഈ ലോകത്തിൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ ഇടയില്ലാതെ അനേകം പരമാവധികളുമായി ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകുവാൻ എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ എനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിലെ ശാപങ്ങൾ, ഇരുളുകൾ മാറി എന്റെ കണ്ണുനീര് മാറി സമാധാനപരമായ ജീവിതം എനിക്ക് നൽകണമേ. എന്റെ മദ്യപാനം വിടിപ്പിക്കണം, മയക്കുമരുന്നിനെ വിടിപ്പിക്കണം, ശാപത്തിന് രോഗത്തിന് വിടിപ്പിക്കണം. അനേകരുടെ നിന്ദയ്ക്കും അപമാനത്തിനും വിധേയപ്പെട്ട് കിടക്കുന്ന എന്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ. അങ്ങനെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്ത് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാൻ
ഞാൻ എൻ്റെ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, എൻ്റെ വ്യക്തിപരമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇതുവരെ നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കർത്താവായ യേശുവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ മകനായി തീരുവാൻ, അവിടുത്തെ മകളായി തീരുവാൻ എന്നെ ഒരുക്കണമേ. അങ്ങന്റെ പിതാവായി വസിക്കണം. അങ്ങനെ മകളായി ഞങ്ങളുടെ മകളായി തീരുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. അങ്ങനെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. വായുടെ രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. പാപത്തിന് പരിഹാരമായി സ്വർഗമക്കൾ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന് മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ വരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റവൻ തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ വരുന്ന ദൈവപുത്രൻ അങ്ങ് തന്നെയാണ് ദൈവം ഞാൻ വിശ്വസിക്കുക. അങ്ങിലേക്ക് വരണമേ. എൻ്റെ കുടുംബത്തിൽ പ്രകാശം നൽകണമേ. ഞങ്ങൾ ലോകത്ത് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അത് അങ്ങനെ നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടത്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറിയവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഉള്ളോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണപിതാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനതയും അതിന്റെ മൂപ്പന്മാരെ എല്ലാ നടത്തിപ്പുകാരെ ഞങ്ങൾ ഓർക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, അല്ലേരി സ്വോത്രം വല്ലേരിയ കർത്താവി, ഞങ്ങളുടെ നിയമനിർമ്മാണ രംഗത്തിൽ കർമ്മസഭ രഹസ്യന്റെ ശുഭാങ്ങളെ, കരയിലും കടലും ആകാശമാർക്കും വാഹനം ഒടുക്കി യാത്രയും വാഹന നിർമ്മാതാക്കളും മെക്കാനിക്കൽ മോട്ടോർ രംഗത്തായിരിക്കുന്നവർ, അല്ലെ സമുദ്രത്തിലാടുകൾ ജോലിയോ സമുദ്രത്തിൽ ജോലിയോ കടലോര വാസികൾ, മത്സ്യബന്ധനായപ്പെട്ട കർത്താവ് ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികൾ, കമ്പനി, ഫാക്ടറികൾ, എല്ലാ കരികളും ജോലി ചെയ്യുന്നവരെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കൺസ്ട്രക്ഷൻ രംഗത്ത്, മോട്ടോർ രംഗത്ത്, എല്ലാ ട്രേഡ് രംഗത്ത് പണിയെടുക്കുന്ന ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും ധനുഷ്യൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സഹകരണ മേഖല, പൊതുമേഖലയുമായിരിക്കുന്നവർ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ എല്ലാം കർത്താവിന്റെ രാഷ്ട്രീയ കക്ഷികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേശത്തും വിദേശത്തൊക്കെ ജോലിക്ക് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന, വേദന ലഭിക്കുക, വിസ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ട, നാട്ടിലേക്ക് ഒരു മാർഗമില്ലാതെ വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നവർ എല്ലാവർക്കും കർത്താവ് വിടുതലും മോചനം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ പിടിക്കുന്നു. ശാപത്തിലും പാപത്തിലും രോഗത്തിലും വിവിധ സാത്താന്യ ബന്ധങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരു വിടുതൽ ദൈവം കൊടുക്കണമേ. സമാധാനമില്ല, സന്തോഷമില്ലാതെ കടക്കരയിലൂടെ കടന്നു പോകുന്നവർക്ക് വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർദ്ധക്യത്തിലും വൃദ്ധരസങ്ങൾ, യാചകരും, ഓർഫനേജിലും ഓട്ടജുവിൽ തടവറയിലായിരിക്കുന്നവർക്ക് ഒരു വിടുതൽ ദൈവം കൊടുക്കണമേ. കർത്താവിയുടെ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ ദൈവത്തിന്റെ ഭദ്രമായി കടന്നുപോയ ദൈവത്തിന്റെ ദാസിദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ തലമുറയെ ദൈവം സൂക്ഷിക്കണമേ. സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കുന്ന, പീഡ അനുഭവിക്കുന്ന, ജയിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് എല്ലാവരും വിടുതൽ ദൈവം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം പ്രമാണിച്ചുകൊണ്ട്, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്ത് ജ്യോതിഷകളെ പോലെ ഒരു കൂട്ടം ജനത്തെ ദൈവം വേർതിരിക്കേണ്ടതിനായി ഞങ്ങൾ യേശു കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണമേ. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.